നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ദേസി ടസർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പ്യുവർ കളക്ഷനിലുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സും അതേപോലെ തന്നെ കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സും ഈ രണ്ട് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റാണ് കാണുന്നത്. ദേസി ടസർ എന്ന് പറയുമ്പം പ്യുവറസ്റ്റ് ടസർ ഫോമാണ്. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ടസർ ത്രെഡും കൊണ്ടുള്ള ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈനർ അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണും ഉണ്ട്. എല്ലാം യൂണീക്ക് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ ദേസി ടസറിൽ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണാം. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഡിസൈനർ പീസസ് ആണ്. അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് ആണ്, അതേപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. കളർ കോമ്പിനേഷൻ എല്ലാം നല്ല യൂണീക്കാണ്. ഇത് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഗ്രീൻ കളറിൽ ടീൽ ബ്ലൂ കളറിലുള്ള പ്രിൻറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. സിഗ്സാഗും പോൾക്ക ഡോട്ട്സ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതിങ്ങനെ താഴോട്ട് വരും, വേർട്ടിക്കലായിട്ട് വരും. പിന്നെ ബാക്ക് സൈഡിലും സെയിം പാറ്റേണിൽ വരും. അപ്പോൾ ദേസി ടസർ ഫാബ്രിക് എന്ന് പറയുമ്പം അതിലുള്ള വീവിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ഒരു ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും. അതാണ് പ്യുവർ ദേസി ടസർ. ഇതുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ദേസി ടസറിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട എല്ലാം കോൺട്രാസ്റ്റ് ആണ്. ടീൽ ബ്ലൂ ഷെയ്ഡ് മിഡിൽ വരുന്നു. അപ്പം അതുപോലെ തന്നെ സൈഡിലേക്ക് ബോർഡർ, അത് ആ ടോപ്പിലുള്ള കളർ ആണ് വന്നിട്ടുള്ളത്. ഒരു ഗ്രേ ഗ്രീൻ കളറാണ്. പിന്നെ ബ്ലോക്ക് പ്രിൻറ്റ്സ്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഫ്ലോയി ആണ്. ടസർ ദുപ്പട്ട തന്നെയാണ്. ബോട്ടം വന്നിട്ടുള്ളത് ടീൽ ബ്ലൂ കളറിൽ. അത് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ്. അതിൻ്റെ ബേസ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അതിലും ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. നമുക്കത് ക്ലോസ് വ്യൂവിൽ കാണാൻ പറ്റുള്ളൂ. ഒരു ഡീപ്പ് മെറൂൺ കളറിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ടാണ് ആ ബ്ലോക്ക് പ്രിൻറ്റ്സ് വരുന്നത്. അപ്പോൾ കളർ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ ടോപ്പ് ഇതാണ്. ദുപ്പട്ട കോൺട്രാസ്റ്റ് വരും. അത് ഒലീവ് ഗ്രീൻ കളറിൽ ഇതുപോലെ വരും. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പേർപ്പിൾ കളർ പോലെ തോന്നും. ഹെദർ പേർപ്പിളിൻ്റെയൊക്കെയുള്ള കളർ പോലെയാണ് ടോപ്പിലോട്ട് ആ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കാണുന്നത്. പിന്നെ ആ ഗ്രീൻ കളറും ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിട്ടുള്ളത് ഒലീവ് ഗ്രീൻ കളറിൽ തന്നെ. അത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. അടുത്തത് ഇതിൻ്റെ വരുന്നത് ഈ ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ള ക്രിംസൺ റെഡ് കളറിൽ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ക്രീം കളർ, ഓഫ് വൈറ്റ് കളർ, ഗ്രേ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. വൺ സൈഡ് ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ഇതിൻ്റെ ദുപ്പട്ട സിംഗിൾ ആ ഒരു സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണ് മിഡിൽ പോർഷൻ വന്നിട്ട് സൈഡിലോട്ടൊക്കെ ബോർഡേഴ്സ് ആ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും ഒക്കെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്ക് ഫാബ്രിക് തന്നെ വരും. ഇതാണ് മൂന്നാമത്തെ പാറ്റേൺ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമത് കണ്ട ഡിസൈനിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇത് വരുന്നൊരു പേർപ്പിളാണ്. പേർപ്പിളിലൊരു ഡൾ ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റിംഗ് ആണ് വരുന്നത്. ഈ ഒരു പ്രിൻറ്റ്സ് വരും. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ഗ്രേയും മസ്റ്റാർഡ് യെല്ലോയും ഈ ഒരു പേർപ്പിളും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുന്നത് പേർപ്പിൾ കളർ തന്നെ ഇതിൽ. അങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഇതിലുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഇത് വരുമ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് പിങ്ക് കളറാണ്. ബേബി പിങ്ക് കളറിൽ വരും. ഇതിൽ യോക്കിലേക്കൊരു ബോക്സ് പാറ്റേണിലാണ് എംബ്രോയ്ഡറിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ എംബ്രോയ്ഡറി ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അല്ലാണ്ട് ഇങ്ങനെ പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുള്ളതല്ല. ഫാബ്രിക്കിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ. ബാക്കിയെല്ലാം നോർമൽ ആയിട്ടുള്ള കോട്ട പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിന് ഹാൻഡ് പെയിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോഷ്യ ബോർഡറും ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ബോർഡറും കൂടെ ആ ഒരു കോട്ട ഫാബ്രിക്കിലോട്ട് വരും. പിന്നെ ചുറ്റും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഹാൻഡ് പെയിൻ്റ് ആണ് ഇതിൽ വരുന്നത്. താഴോട്ടൊക്കെ കുറച്ചുകൂടെ ബഞ്ച് ഓഫ് ഫ്ലവർ പാറ്റേണും മിഡിലൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നു. ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിലാണ്. ആ ഒരു പിങ്ക് കളറിൽ തന്നെ വരുവേ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൽ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള നല്ലൊരു ഡീപ്പ് ക്രീം കളറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1549 ആണ്. ഈ ഒരു റേഞ്ചിലും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഡീപ്പ് ക്രീമാണ്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ബോട്ടം. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ച് കളറാണ്. അതേപോലെ സെയിം പാറ്റേൺ പോലെ വരും. ദുപ്പട്ട പിന്നെ ബോട്ടം. ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അത് വരുന്നത് ബേബി ബ്ലൂ കളർ ടോണിലോട്ടാണ്. ദുപ്പട്ട സെയിം പാറ്റേൺ അല്ല, അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ബോട്ടം
ഇങ്ങനെ 4 ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.